പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി. എൻ്റെ പേര് ഷീജ. പാലക്കാട് ജില്ലയിലെ ഷോളൂർ ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. 2021 സെപ്റ്റംബർ 26 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. മകന് MBA കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടും ജോലിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ ഒന്നിലും വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അപ്പം മാതാവ് എനിക്ക് ഒരു ഡേറ്റ് കാണിച്ചു തന്നു. ഒക്ടോബർ 7 മുമ്പ് മകന് ഇൻ്റർവ്യൂവിന് വിളിക്കുകയാണെങ്കിൽ ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒക്ടോബർ 7 മുമ്പ് മകനെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് കാശ് രൂപം എല്ലാം ഇട്ടിട്ടാണ് മകൻ ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തത്. മകൻ ആ ഇൻ്റർവ്യൂവിൽ വിജയിച്ചു. മകന് കുറച്ചും വീണ്ടും വിശുദ്ധ കുർബാനയിലെല്ലാം പങ്കെടുക്കുകയും പ്രാർത്ഥനയെല്ലാം സജീവമായി പങ്കെടുക്കുകയും എല്ലാം രോഗികളെ സന്ദർശിക്കുകയും എല്ലാം വന്നുകൊണ്ടിരുന്നു. ഞങ്ങളെല്ലാവരും കുടുംബമടക്കം ഒന്നിച്ച് പ്രാർത്ഥിച്ചിരുന്നു. മകന് കുറച്ചും കൂടെ നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി അവന് വീണ്ടും കുറച്ചും കൂടെ നല്ലൊരു ജോലി കിട്ടി. ആ ഇൻ്റർവ്യൂ അവന് ഭയങ്കര ടഫായിരുന്നു. അവന് വേണ്ടിയിട്ട് ആ ഇൻ്റർവ്യൂവിൽ പരിശുദ്ധ അമ്മ അവന് വേണ്ടി സംസാരിച്ചു. ആ ഇൻ്റർവ്യൂവിൽ അവർ ചോദിച്ചത് എന്താണെന്ന് പോലും അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അമ്മ അവന് വേണ്ടി അതിൻ്റെ ഉത്തരം പറഞ്ഞു. അതേസമയം തന്നെ അവന് ഒരു നല്ല ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനും കൂടി വേണ്ടി ഞാൻ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. 6 മാസത്തിനുള്ളിൽ അവന് നല്ലൊരു ജീവിത പങ്കാളിയെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു. എൻ്റെ ജീവിത പങ്കാളിക്ക് നടുവിന് വേദനയും കാലിന് വേദനയായിരുന്നു. ഞരമ്പ് ഇങ്ങനെ വലിയുന്ന പോലൊരു അസ്വസ്ഥതയായിരുന്നു. ഒരു വെയിറ്റും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വെയിറ്റൊന്നും എടുക്കരുത്, കുനിഞ്ഞു നിവർന്നൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഒരാഴ്ച കഴിഞ്ഞ് ഡോക്ടറെ കണ്ടപ്പം 2000 രൂപയ്ക്ക് അടുത്തുള്ള മരുന്നാണ് മാസം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരാഴ്ച കഴിഞ്ഞപ്പം ചേട്ടൻ പിന്നെ ഉടമ്പടി തൈലമൊക്കെ വെച്ച് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി ഉപ്പും എല്ലാം നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഭക്ഷണത്തിലെല്ലാം ഉപ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു മരുന്നും കഴിക്കുന്നില്ല. പൂർണ്ണമായും പരിശുദ്ധ അമ്മ സൗഖ്യം തന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. കാരുണ്യപ്രവൃത്തികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾ രോഗികളെ കാണാൻ വേണ്ടി ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ആശുപത്രികളിൽ പോയി രോഗികളെ കാണുകയും അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ അവർക്ക് കൊടുക്കുമായിരുന്നു. വസ്ത്രങ്ങളും എല്ലാത്തിനും ഉടമ്പടി പത്രം വിതരണം ചെയ്യാനും എല്ലാം ഞങ്ങൾ 2 പേരും കൂടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി. എൻ്റെ ഇൻ്റർവ്യൂ വളരെ ടഫായിരുന്നു. അപ്പോൾ ആദ്യത്തെ ജോലി കിട്ടുമ്പോൾ ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ആദ്യത്തെ ജോലി കിട്ടിയത്. അത് കഴിഞ്ഞ് ആ ജോലി ലേശം ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ സാലറി ഉള്ള കുറച്ചും കൂടെ നല്ലൊരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ടഫായിരുന്നു. അപ്പോൾ കാശ് രൂപം വെച്ചിട്ടാണ് ഓരോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. ഒരു 4-5 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തൈലം യൂസ് ചെയ്തിരുന്നു. തൈലം പുരട്ടി പ്രാർത്ഥിച്ചിട്ടാണ്, വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തത്. അത് എങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയില്ല. എന്തായാലും അത് പാസ്സായി നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്തു. ഫിലിപ്പിയർ 4:19 എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഷീജ ബിജു എന്ന ഈ സഹോദരി തൻ്റെ കുടുംബത്തിൽ ലഭിച്ച വിവിധ നിയോഗങ്ങളെ സന്തോഷത്തോടു കൂടി ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് മകൻ്റെ പഠനത്തിന് ശേഷമുള്ള ജോലിക്ക് വേണ്ടി ഉള്ള നിയോഗമാണ് അമ്മ സമർപ്പിച്ചത്. ആദ്യം ജോലി ലഭിക്കുമ്പോഴും അവിടെ ക്ലേശം അനുഭവിച്ച നാളുകളിൽ മറ്റൊരു ജോലിക്ക് വേണ്ടി മകൻ പരിശ്രമിക്കുമ്പോഴും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി പ്രകാരം കുടുംബം മുഴുവൻ ജീവിക്കുകയും മകൻ പ്രത്യേകമായിട്ട് മകന് മനസ്സിലാവാത്ത രീതിയിൽ ചോദ്യങ്ങളൊക്കെ വരുമ്പോഴും അവൻ്റെ കരങ്ങളിലുള്ള ഉടമ്പടി കാശ്രൂപവും ഉടമ്പടി തൈലം ഉപയോഗിച്ച് കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയ്ക്ക് തന്നെ സമർപ്പിച്ചുകൊണ്ട് തൻ്റെ കഴിവിനാലല്ല ദൈവകൃപയാൽ ജോലി നൽകണമേ എന്ന ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് ഓരോ ഇൻ്റർവ്യൂവും പങ്കെടുത്തത്. ഇന്ന് സുരക്ഷിതമായി നല്ലൊരു കമ്പനിയിൽ മകന് ജോലി എടുക്കുവാൻ സാധിക്കുന്നു. അത് അമ്മയിലൂടെ ലഭിച്ച വലിയ സഹായമാണെന്ന് കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ മകൻ്റെ വിവാഹ ജീവിതം, അപ്പച്ചനുണ്ടായിരുന്ന ശാരീരികമായ നടുവിന് വേദനയും ഭാരങ്ങൾ എടുക്കുവാനാവാത്ത പ്രശ്നങ്ങളും ആ സമയത്തൊക്കെയും
പ്രത്യേകമായിട്ട് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ നിയോഗം സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ ഇടപെടലും അമ്മ മാതാവിലൂടെയുള്ള സഹായവുമാണ് കുടുംബം തേടിക്കൊണ്ടിരുന്നത്. അതിന് ഓരോ സമയവും അമ്മ മാതാവ് പ്രത്യേകമാമിതം കുടുംബത്തെ സംരക്ഷിക്കുകയും നിയോഗങ്ങൾ സഫലമാക്കുകയും ചെയ്തുവെന്ന് ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.